ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ ഭേദഗതി നീക്കം ഇന്ത്യ ശക്തമാക്കി. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ലെന്ന് പ്രധാനമന്ത്രി. ഉടമ്പടി നിലനിർത്തി തന്നെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന 3 നദികളിലെയും വെള്ളം അധികമായി ഉപയോഗിക്കാനും ഇന്ത്യ തീരുമാനിച്ചു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദില്ലിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല ഉടമ്പടി മാറ്റം വരുത്താനും ഇന്ത്യ മടിക്കുന്നില്ലെന്ന സന്ദേശമാണ് ഉന്നതതല യോഗത്തിനു ശേഷം ഇന്ത്യ നൽകുന്നത്. പാകിസ്ഥാനുമായുള്ള കരാർ നിലനിർത്തും, എന്നാൽ പാകിസ്ഥാനിലേക്കുള്ള ജലവിഹിതം കുറയ്ക്കും. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു, ചെനാബ്, ജലം എന്നീ നദികളിലെയും വെള്ളം അധികമായി ഇന്ത്യയുടെ ആവശ്യത്തിനായി ഉപയോഗിക്കാനും തീരുമാനിച്ചു. പ്രധാനമന്ത്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കർ, ജലവിഭവ ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. രക്തവും ജലവും ഒന്നിച്ചൊഴുകുമെന്ന് കരുതേണ്ടെന്ന് യോഗത്തിനു ശേഷം പ്രധാനമന്ത്രി വ്യക്തമാക്കി. കരാർ പ്രകാരം 20% വെള്ളം മാത്രമേ ഇന്ത്യക്ക് ഉപയോഗിക്കാനാകൂ. എന്നാൽ പരസ്പര സഹകരണമില്ലാത്ത രാജ്യവുമായി ഇത് അംഗീകരിക്കേണ്ടതില്ലെന്നാണ് യോഗം വിലയിരുത്തിയത്. ചെനാബ് നദിയിലെ ഡാം നിർമ്മാണവുമായി മുന്നോട്ടു പോകാനും സർക്കാർ തീരുമാനിച്ചു. 1960-ലാണ് ഇന്ത്യയും പാകിസ്ഥാനും ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ കരാറിൽ ഒപ്പുവെച്ചത്. ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന നദികളെ തിരിച്ചുവിട്ട് പാകിസ്ഥാനിൽ വരൾച്ചയും പട്ടിണിയും ഉണ്ടാക്കുമോ എന്ന ഭയത്തിലാണ് കരാർ ഉടലെടുത്തതും. അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദങ്ങൾക്ക് വഴിവെച്ചേക്കുമെങ്കിലും പത്താൻകോട്ടിന് പിന്നാലെ ഉറി ഭീകരാക്രമണവും പാക് നിലപാടും നദീ സഹകരണ കരാർ ഭേദഗതി സാധ്യത ചർച്ച ചെയ്യുന്നതിലേക്ക് വഴിവെച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജൈവ കൃഷിയുടെ പിന്നാലെയാണ് ഇപ്പോഴെല്ലാവരും. മണ്ണിന്റെ സ്വാഭാവികമായ വളക്കൂറിലും അതിന്റെ ജൈവികമായ പോഷണത്തിലും വിശ്വാസമർപ്പിക്കുന്ന ഏതു കൃഷിരീതിയെയും ജൈവ കൃഷി എന്ന് വിളിക്കാം. രാസകൃഷിയുടെ നേർവിപരീതമാകണം ജൈവകൃഷി. ജൈവകൃഷിയെക്കുറിച്ച് ചിലത്. വളക്കൂറുള്ള മണ്ണിന്റെ ശേഷി ഒരിക്കലും തീരാത്തതാണ്. രാസകൃഷിയുടെ ഏറ്റവും വലിയ ദോഷം കൃത്രിമമായ ഇടപെടലുകളിലൂടെ അവ ആദ്യം തന്നെ മണ്ണിന്റെ വളക്കൂർ നശിപ്പിക്കുന്നു എന്നതാണ്. അതിനുശേഷം പുറമേ നിന്ന് കൃത്രിമമായി പോഷകങ്ങൾ കിട്ടാതെ ചെടികൾക്ക് വളരാൻ കഴിയാതെയാകുന്നു. രാസകൃഷിയിൽ വളമിട്ട് ചെടിയെ വളർത്തുമ്പോൾ ജൈവകൃഷിയിൽ വളമിടുന്നത് മുഴുവൻ മണ്ണിനും അതിനുള്ളിൽ വസിക്കുന്ന കോടാനുകോടി സൂക്ഷ്മജീവികൾക്കുമാണ്. ഇവയ്ക്ക് രണ്ടിനും സസ്യമൂലകങ്ങളുടെ ആവശ്യമില്ല. പകരം പരമാവധി ജൈവവസ്തുക്കൾ കിട്ടിയാൽ മതിയാകും. അവയെ സാവകാശം ചെടിക്ക് വേണ്ട മൂലകങ്ങളാക്കി നൽകാൻ കഴിയും. മണ്ണിന്റെ വളക്കൂറ നിലനിർത്തണമെങ്കിൽ ഒരിക്കൽ കുറേ ജൈവവസ്തുക്കൾ കൊടുത്താൽ മാത്രം പോരാ. സ്ഥിരമായി അവ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിന് പച്ചിലകളും മറ്റും മുടങ്ങാതെ കിട്ടിക്കൊണ്ടുമിരിക്കണം. ചെടികൾ നന്നായി വളരാനും നല്ല വിളവ് തരാനും ഏറ്റവും കൂടുതലായി വേണ്ടത് NPK എന്നീ 3 മൂലകങ്ങളാണ്. അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ. ഇവ സ്ഥിരമായി വേണ്ടത്ര കിട്ടുമെന്നുറപ്പാക്കാൻ ഏതാനും മാർഗങ്ങളുണ്ട്. ജൈവകൃഷിയിൽ നൈട്രജൻ നൽകുന്നത് പ്രധാനമായും പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളാണ്. ഇവയുടെ വേരുകളിലെ ബാക്ടീരിയകൾക്ക് അന്തരീക്ഷത്തിലെ നൈട്രജനെ ചെടികൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കും. ആരോഗ്യപൂർണമായ കൃഷിയാണ് ജൈവകൃഷി. പ്രകൃതി വിഭവങ്ങളുടെ വിളവിന്റെയും ജീവജാലങ്ങളുടെയും ആരോഗ്യം സംരക്ഷിക്കുന്ന കൃഷി. ഇതിൽ ജൈവകൃഷിയിൽ പ്രകൃതി വിഭവങ്ങൾ നശിക്കുന്നില്ല. സൂര്യപ്രകാശം, മണ്ണ്, വെള്ളം, ജൈവ വൈവിധ്യം തുടങ്ങിയവയുടെയൊക്കെ കരുതലോടെയുള്ള ഉപയോഗത്തിലൂടെയാണ് കാർഷിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രകൃതി വിഭവങ്ങൾക്ക് വന്ന ശോഷണമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ജൈവകൃഷി ഇവയെ പഴയ ഓജസ്സിലേക്ക് തിരിച്ചുകൊണ്ടുപോകാനാണ് ലക്ഷ്യമിടുന്നത്. നാം കണ്ടുശീലിച്ചത് കൃഷിയുടെ സാങ്കേതികവിദ്യയാണ്. ജൈവകൃഷി ലക്ഷ്യമിടുന്നത് പ്രകൃതി വിഭവങ്ങൾക്കിണങ്ങുന്ന സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിലാണ്. ന്യൂസ് ഡെസ്ക്. കാലാകാലങ്ങളായി പായൽ പിടിച്ചുകിടന്ന കോഴിക്കോട് പേരാമ്പ്രയിലെ 300 ഏക്കർ പാടശേഖരം കൃഷിയോഗ്യമാക്കി CPIM. 15 വർഷത്തിന് ശേഷമാണ് ഈ പാടത്ത് കൃഷിയിറക്കുന്നത്. വിത്തു വിതച്ചിട്ട് കൊയ്തിടാനായി വേഗം പോരന്റെ കുഞ്ഞിപ്പെണ്ണേ. ഞാട്ടിപ്പാട്ടിന്റെ താളത്തോടെയാണ് ആവളപ്പാണ്ടി ഉൾപ്പെടുന്ന പ്രദേശത്തിന് പുതിയ ജീവൻ പകർന്നു നൽകിയത്. 15 കൊല്ലത്തിനു ശേഷമാണ് ഇവിടെ കൃഷിയിറക്കുന്നത്. നേരത്തെ ആവളപ്പാണ്ടിയിലെ വയലിൽ ഇറങ്ങിയാൽ രോഗം വരുമെന്നും വിഷം തീണ്ടിയ മണ്ണാണെന്നും ആരോ പറഞ്ഞു പരത്തിയിരുന്നു. ഇതോടെ ആ ഭൂമിയെ ഭയത്തോടെ മാത്രമാണ് ഇവിടുത്തുകാർ നോക്കിക്കണ്ടിരുന്നത്. ഇപ്പോൾ CPIM പേരാമ്പ്ര ചെറുവണ്ണൂർ ലോക്കൽ കമ്മിറ്റി 5000 പേരുടെ സന്നദ്ധ പ്രവർത്തനത്തോടെയാണ് ആവളപ്പാണ്ടി ഉൾപ്പെടുന്ന പ്രദേശത്തെ ആഫ്രിക്കൻ പായൽ നീക്കി കൃഷിയോഗ്യമാക്കിയിരിക്കുന്നത്. ആവളപ്പാണ്ടി ഏതാണ്ട് 300 ഏക്കറാണ് ഇപ്പോൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ 300 ഏക്കറും ഈ വർഷം കൃഷിയിറക്കും. ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. പൊൻപുലരി നേടുവാനായി ഇന്നു നാടുണർത്തി നാടിളക്കി
എല്ലാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പായൽ നീക്കം ചെയ്ത് സ്ഥലം കാർഷിക പച്ചപ്പ് അണിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ ഗ്രാമം പുതിയൊരു ഭൂമിയെയും പുതിയൊരു കാലത്തെയും സ്വപ്നം കാണുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാളെ വരും പൊൻപുലരി നേടുവാനായി ഇന്നു നാടുണർത്തി നാടിളക്കി നമ്മൾ. നൂറോളം അസുഖങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് ക്യാൻസർ. തലച്ചോറിനെ ബാധിക്കുന്ന ബ്രെയിൻ ട്യൂമർ മുതൽ തൊലിയുടെ ക്യാൻസർ വരെ ഇതിൽ ഉൾപ്പെടുന്നു. ഉചിതമായ ആരോഗ്യ ശുചിത്വ രീതികളുടെ സ്വീകരണം, വാക്സിനേഷൻ, പ്രതിരോധ ഔഷധം, ക്രമമായുള്ള ആരോഗ്യ പരിശോധന, ചികിത്സ എന്നിവയിലൂടെ ഈ മാരകരോഗം നിയന്ത്രിക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നത് പ്രമേഹ രോഗത്താലാണ്. 350 മില്യൺ ജനങ്ങൾ ഇന്ന് പ്രമേഹ രോഗത്തിന് അടിമകളാണ്. പ്രമേഹം കഴിഞ്ഞാൽ മാരകമായ രോഗം ക്യാൻസർ ആണ്. നാഷണൽ ക്യാൻസർ രജിസ്റ്റർ പ്രോഗ്രാം ഇന്ത്യൻ കൗൺസിലിന്റെ കണക്കനുസരിച്ച് രാജ്യത്ത് ദിവസം 1300ഓളം ആളുകൾ ക്യാൻസർ രോഗികളാകുന്നു. 2012 അപേക്ഷിച്ച് 2014 ആയപ്പോൾ 6% ക്യാൻസർ രോഗികൾ വർദ്ധിച്ചു. 2014 മാത്രം 5 ലക്ഷം ജനങ്ങളാണ് ക്യാൻസർ കാരണം മരിച്ചത്. 2016 ആയപ്പോഴേക്കും കണക്ക് ആനുപാതികമായി ഉയർന്നു. രാജ്യത്തിന്ന് 300 ക്യാൻസർ കേന്ദ്രങ്ങളാണുള്ളത്. ഇതിൽ 40% കേന്ദ്രങ്ങളിലും മെച്ചപ്പെട്ട സൗകര്യങ്ങളില്ല. ശ്വാസകോശം, വൻകുടൽ, വൃക്ക, ഉദരം എന്നിവയെ ബാധിക്കുന്ന അർബുദങ്ങളാണ് സാധാരണ കണ്ടുവരുന്നത്. പുരുഷന്മാരിൽ ശ്വാസകോശ അർബുദവും ഉദരാർബുദവുമാണ് കൂടുതൽ. സ്ത്രീകളിൽ സ്തനാർബുദവും ഗർഭാശയമുഖ അർബുദവും. വായിലും തൊണ്ടയിലും ഉണ്ടാകുന്ന അർബുദമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം. ഇതിന് കാരണം പുകയിലയുടെ ഉപയോഗമാണ്. വിവിധതരം അർബുദങ്ങളുടെ കാരണമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനാൽ 1/3 അർബുദബാധകളും തടയാൻ കഴിയുന്നതാണ്. പുകവലി ഉപേക്ഷിക്കൽ, ആരോഗ്യദായകമായ ഭക്ഷണക്രമം, അർബുദമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളിൽ നിന്നുള്ള അകൽച്ച എന്നിവ പാലിച്ചാൽ അർബുദത്തെ തടയാൻ കഴിയും. ബാക്കിയുള്ള 1/3 കേസുകളിൽ നേരത്തെയുള്ള രോഗനിർണയവും ചികിത്സയും ഫലപ്രദമാകുന്നു. ശസ്ത്രക്രിയ, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി എന്നീ മാർഗങ്ങളിലൂടെ സാധാരണ കാണപ്പെടുന്ന മിക്ക രോഗബാധകളും ഭേദപ്പെടുത്താൻ കഴിയും. എത്ര നേരത്തെ രോഗം കണ്ടെത്തുന്നുവോ അത്രയും ഉയർന്നതാകും രോഗമുക്തിയുടെ സാധ്യതയും. അർബുദ രോഗ കാരണങ്ങളിൽ ഒഴിവാക്കാവുന്ന മുഖ്യമായ ഒന്ന് പുകവലിയാണ്. ഭക്ഷണ നിയന്ത്രണം അർബുദ നിയന്ത്രണത്തിന്റെ പ്രധാന ഘടകമാണ്. അമിതവണ്ണവും ഭാരമുള്ളവർക്ക് അന്നനാളം, വൻകുടൽ, മലദ്വാരം, സ്തനം, ഗർഭപാത്രം, വൃക്ക എന്നിവയെ ബാധിക്കുന്ന അർബുദമുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഉചിതമായ ആരോഗ്യ ശുചിത്വ രീതികളുടെ സ്വീകരണം, വാക്സിനേഷൻ, പ്രതിരോധ ഔഷധം, ക്രമമായുള്ള ആരോഗ്യ പരിശോധന, ചികിത്സ എന്നിവയിലൂടെ ക്യാൻസർ നിയന്ത്രിക്കാം. ന്യൂസ് ഡെസ്ക്.